സോ അടുത്ത ടോപ്പിക്ക് പവർ. അപ്പോൾ വർക്ക്, പവർ, എനർജി, അതിൽ വർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? പവർ. ഇപ്പോൾ പവർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈമിനെ പറയുന്ന പേരാണ് പവർ. റേറ്റ് ഓഫ് വർക്ക് ഡൺ, ടൈം റേറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് കാൾഡ് പവർ, represented by the letter P. So P is equal to equation എന്തുവാ? W by T. മറന്നു. സോ പവറിൻ്റെ ഇക്വേഷൻ ആണ് W by T. സോ യൂണിറ്റ്, വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ജൂൾ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് ആണെന്ത്? ജൂൾ പെർ സെക്കൻഡ്. പക്ഷെ നമ്മൾ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത് വാട്ടാണ്. WATT, watt, represented by W. Clear? ഇപ്പോൾ പവർ എന്ന് വെച്ചാൽ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു W by T ആണ്. യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇനി വേറെ കുറച്ച് യൂണിറ്റുകളും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ വാട്ട് SI യൂണിറ്റ് ആണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന് കിലോ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടാണ്. ഇനി മറ്റൊന്നാണ് ഹോഴ്സ് പവർ, HP. അതൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ, കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഹോഴ്സ് പവർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ യൂണിറ്റ് ഓഫ് പവറാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ അത് ഇത്രയും വാട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 746 വാട്ട്. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് പ്രോബ്ലത്തിലൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിച്ചോളണം. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. മെഷീൻ്റെയൊക്കെ പവർ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഷീൻ, മോട്ടർ, ഇതിൻ്റെയൊക്കെ പവർ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഹോഴ്സ് പവർ. നെക്സ്റ്റ് ഡയമെൻഷണൽ ഫോർമുല. സോ ആദ്യം ഇക്വേഷൻ എഴുതുക. ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. W by T ആണ് ഇക്വേഷൻ. വർക്കിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. അത് എന്തുവാണ്? ML സ്ക്വയർ T⁻². ഡിവൈഡ് ബൈ T⁻1. അപ്പോൾ T⁻1 മോളിൽ പോകുമ്പോൾ T⁻−1 ആവും. സോ ബാക്കിയുള്ളത് M ആൾറെഡി ഉണ്ട്, L സ്ക്വയറും ഉണ്ട്, ഒരു T⁻−2 മോളിൽ ആൾറെഡി കിടപ്പുണ്ട്. പിന്നെ ആരും കൂടെ ചെല്ലുകയാണ്? ഒരു T⁻−1 കൂടെ ചെല്ലുകയാണ്. അത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ T⁻3. സോ ML സ്ക്വയർ T⁻3 ആണ് പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പവറിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റ്, SI യൂണിറ്റ് എന്ന് പറയുന്ന വാട്ടാണ്. മറ്റ് യൂണിറ്റുകളാണ് കിലോ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടാണ്. ഹയർ യൂണിറ്റാണ്, വാട്ടിൻ്റെ ഹയർ യൂണിറ്റാണ് കിലോ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടാണ്. പിന്നെ ഹോഴ്സ് പവർ, ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ 746 വാട്ടാണ്. മെഷീൻ്റെയൊക്കെ മെക്കാനിക്കൽ പവർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഹോഴ്സ് പവർ. പിന്നെ ഉള്ളത് ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷൻ ഫോർമുല P ഈസ് ഈക്വൽ ടു W by T ഇക്വേഷനിലേക്ക് നമ്മൾ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടുന്ന ആൻസർ ML സ്ക്വയർ T⁻3. ഇനി പ്രോബ്ലം സെക്ഷനിൽ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി വേണ്ടി വരും. ഇപ്പം പവറിൻ്റെ മറ്റൊരു ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തോളണം. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പവറിൻ്റെ ഇക്വേഷൻ ഇതാണ് W by T. ഓക്കെ, വേർ W വർക്കല്ലേ. വർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് കൊടുത്തു. ഡിവൈഡഡ് ബൈ, നമുക്ക് ആൾറെഡി ആരുണ്ട്? ടൈമുണ്ട് താഴെ, ഡിനോമിനേറ്ററിൽ ടൈമുണ്ട്. സോ ഇനി ശ്രദ്ധിക്കുക, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇതാ ഇത്രയും പോകും. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കാൾഡ് വെലോസിറ്റി. സോ നമ്മൾ എഴുതി V, ഇതിന് വരെ നമ്മൾ കൊടുത്തു V. സോ പവർ ഈസ് ഈക്വൽ ടു, അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടി, പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് വെലോസിറ്റി. അപ്പോൾ രണ്ട് ഇക്വേഷനുകൾ ഓർക്കണം. ഒന്ന് പവർ P ഈസ് ഈക്വൽ ടു F ഇൻറ്റു V, മറ്റൊന്ന് പവർ P ഈസ് ഈക്വൽ ടു W by T. ഈ രണ്ട് ഇക്വേഷനും പ്രോബ്ലത്തിൽ വരാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പവറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എനർജി.
അപ്പോൾ ഫസ്റ്റ് വർക്ക്, നെക്സ്റ്റ് പവർ, അടുത്ത ടോപ്പിക് ഏതാ എനർജി. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അതായത് ഞാൻ വർക്ക് ചെയ്തു. ഇപ്രകാരം ഞാൻ വർക്ക് ചെയ്തു എങ്കിൽ എനിക്ക് എനർജി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, എനർജി ഉണ്ട്. സോ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഓർ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അപ്പോൾ എനർജി ഈസ് ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു ഡു വർക്ക്. പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് എനർജി. വർക്കിൻ്റെ അതേ യൂണിറ്റിൽ തന്നെയാണ് എനർജിയും മെഷർ ചെയ്യുക, അതായത് ജൂൾ. ലൈക്ക് വർക്ക്, എനർജി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ശ്രദ്ധിക്കണം, വർക്കിനെ പോലെ എനർജിയും എന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സെയിം യൂണിറ്റിൽ തന്നെയാണ് മെഷർ ചെയ്യുക. യൂണിറ്റ് എന്നതാ ജൂൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പല തരത്തിലുള്ള എനർജി ഫോമുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, മെക്കാനിക്കൽ എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, സൗണ്ട് എനർജി, തെർമൽ എനർജി, അങ്ങനെ പല പല രൂപത്തിലുള്ള എനർജി ഫോമുകളുണ്ട്. പല പല എനർജി ഫോമുകളുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷനാണ് മെക്കാനിക്കൽ എനർജിയുടെ ക്ലാസിഫിക്കേഷൻ. മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ മസിൽ പവർ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന എനർജി. സോ മെക്കാനിക്കൽ എനർജി നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ, ഫസ്റ്റ് വൺ പൊട്ടൻഷ്യൽ എനർജി, സെക്കൻഡ് വൺ കൈനറ്റിക് എനർജി. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ എനർജി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? കൈനറ്റിക് എനർജി എന്നും പൊട്ടൻഷ്യൽ എനർജി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിലാദ്യം നമുക്ക് കൈനറ്റിക് എനർജിയെക്കുറിച്ച് പഠിക്കാം. ഏത് എനർജിയാണ്? കൈനറ്റിക് എനർജി. കൈനറ്റിക്, ഇതൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മലയാളം ഗതികോർജം. കൈനറ്റിക് എനർജിയുടെ മലയാളമാണ് ഗതികോർജം. ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. സോ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഒരു വസ്തു അതിൻ്റെ മൂവ്മെൻറ്റ് മൂലം, ചലനം മൂലം നേടുന്ന എനർജിയെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം. മോഷൻ മൂലം ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജിയെ പറയുന്ന പേരാണെന്ത്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയും എനർജി സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നെയാണ് കൈനറ്റിക് എനർജി. അപ്പം മോഷൻ മൂലം ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജിയെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. ക്ലിയർ? ഇനി ഈ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇക്വേഷനാണ് കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ മാസ് m ആണ്. ആ ഒബ്ജക്റ്റ് ആദ്യം റെസ്റ്റിലാണെന്നിരിക്കട്ടെ, സപ്പോസ്. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള വെലോസിറ്റി അതെത്ര? 0. ഞാൻ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അവൻ്റെ വെലോസിറ്റി ഇപ്പോൾ v ആണെന്നിരിക്കട്ടെ. മാസ് m തന്നെ, മാസിന് മാറ്റമൊന്നുമില്ല. ക്ലിയർ? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തു, ഒബ്ജക്റ്റിൻ്റെ മാസ് എത്ര? m. അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അത് മൂവ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ അനുസരിച്ച് ഇതാ ഇങ്ങനൊരു ഇക്വേഷൻ, v² സമം ഇക്വേഷൻ എന്തുവാ? u² പ്ലസ് 2as. നമുക്കറിയാം v² സമം u² പ്ലസ് 2as ആണ്. പക്ഷേ ഇവിടെ ആദ്യം ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ ഇക്വേഷൻ ഇങ്ങനെ മാറും, 0² പ്ലസ് 2as. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എസ് ആണെന്നിരിക്കട്ടെ, നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, ആ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണെന്നിരിക്കട്ടെ, എങ്കിൽ v² സമം എന്തെന്ന് കിട്ടി? 2as. അപ്പോൾ v² സമം 2as കിട്ടി. അതിൽ നിന്ന് a സമം 2s ഡിവൈഡ് ചെയ്തപ്പോഴേ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. സോ a സമം v² ബൈ 2s. ഓക്കെയാണ്.
എ സമം വി സ്ക്വയർ ബൈ 2s. ഇനി ഞാനിവിടെ കൊടുത്ത ഫോഴ്സ് എഫ് അല്ലേ, എഫിൻ്റെ ഇക്വേഷൻ എന്തുവാ? എഫ് സമം ഇക്വേഷൻ എം എ. എക്ക് വരെ നമുക്ക് ഈ സാധനം കൊടുക്കാമല്ലോ. സോ കൊടുത്തു. ഇക്വേഷൻ എങ്ങനെ മാറും? എം ഇൻറ്റു വി സ്ക്വയർ ബൈ 2s. ക്ലിയർ ആണോ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. ഫോഴ്സ് സമം എം വി സ്ക്വയർ ബൈ 2s. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു വർക്ക് തന്നെയാണ് എനർജി. സോ ആദ്യം ഞാനിവിടെ വർക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. സോ വർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? ഡബ്ല്യു സമം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇക്വേഷൻ. ഇവിടെ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇതാണ് ഫോഴ്സിൻ്റെ വാല്യൂ. ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? എം വി സ്ക്വയർ ബൈ 2s ഇൻറ്റു ആൾറെഡി അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, കൊടുത്തു. ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്തു. ബാക്കി ഒരു 1/2 ഉണ്ട്, പിന്നൊരു എം ഉണ്ട്, പിന്നൊരു വി സ്ക്വയർ ഉണ്ട്. സോ ഡബ്ല്യു സമം എന്ത് കിട്ടി? ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണ്? അപ്പോൾ ഈ വർക്ക് ഡൺ തന്നെയാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? അതിലൊരു എനർജി ആയിട്ട്. ദാറ്റ് എനർജി ഈസ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. ഡബ്ല്യു സമം ഹാഫ് എം വി സ്ക്വയർ. മറന്നു വരുന്നു. അപ്പോൾ കൈനറ്റിക് എനർജി ഞാൻ തൽക്കാലം ഇ കെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എഴുതുന്നു ഹാഫ് എം വി സ്ക്വയർ. സോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. അതിലൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? വി ആയിട്ട് മാറി. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് വിയുടെ ഇക്വേഷൻ എഴുതി. വി സ്ക്വയർ സമയം യു സ്ക്വയർ പ്ലസ് 2s. അതിൽ നിന്ന് എ കണ്ടുപിടിച്ചു. എ കണ്ടുപിടിച്ച ശേഷം എഫിൻ്റെ വാല്യൂ എഫിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എഫിൻ്റെ വാല്യൂ കിട്ടി എഫ് സമം എം വി സ്ക്വയർ ബൈ 2s. ആ കിട്ടിയ ഫോഴ്സിൻ്റെ വാല്യൂ വർക്ക് ഡൺ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡബ്ല്യു സമം എഫ് ഇൻറ്റു എസ് ആണ് ഇക്വേഷൻ. അതിനകത്തേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എം വി സ്ക്വയർ ബൈ 2s ഇൻറ്റു എസ് എന്ന് കിട്ടി. സോ ഡബ്ല്യു സമയം എന്തെന്ന് കിട്ടി? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡബ്ല്യു സമയം എന്ത് കിട്ടി? ഹാഫ് എം വി സ്ക്വയർ കിട്ടി. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് ഇക്വേഷൻ. ക്ലിയർ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ആൾവേസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി എപ്പോഴും എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്, ഇ കെ സമം ഹാഫ് എം വി സ്ക്വയർ. മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ കൂടെ ഉണ്ട്. അത് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ്. ഏതൊക്കെ തമ്മിലുള്ളതാണ്? കൈനറ്റിക് എനർജിയും മൊമെൻറ്റം നമ്മൾ കഴിഞ്ഞ ലാസ് ഓഫ് മോഷനിൽ പഠിച്ചുള്ള കഴിഞ്ഞ ചാപ്റ്ററിൽ. സോ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്തുവാ? പി സമം എം വി ആണ്. ഓക്കെ. കൈനറ്റിക് എനർജിയും മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. സോ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതുകയാണ്. കൈനറ്റിക് എനർജി ഇ കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഈ ഇക്വേഷനിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റൈറ്റ് സൈഡിൽ RHSൽ ഇക്വേഷൻ്റെ RHSൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ന്യൂമറേറ്ററിൽ എം വരുമ്പോൾ എം സ്ക്വയർ എന്നാവും. കാരണം ആൾറെഡി ഒരു എം ഉണ്ട്, ഒരു എമ്മും കൂടെ വരുന്നു. സോ എം സ്ക്വയർ വി സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിലയ്ക്ക് വ്യത്യാസം വരായിരിക്കും. സോ എം. ഓക്കെയാണ്. സോ എം സ്ക്വയർ വി സ്ക്വയർ ബൈ 2m കിട്ടി. വാട്ട് ഈസ് എം സ്ക്വയർ വി സ്ക്വയർ? അതിന് മുമ്പ് വാട്ട് ഈസ് എം വി? എം വി ഈസ് ഈക്വൽ ടു പി ആണ്. എങ്കിൽ എം സ്ക്വയർ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ എങ്ങനെ മാറും? പി സ്ക്വയർ എം സ്ക്വയർ വി സ്ക്വയറിന് ഒരാര് വന്നു? പി സ്ക്വയർ ബൈ 2m. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടി പി സ്ക്വയർ ബൈ 2m. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം. ഏതൊക്കെ തമ്മിലുള്ള കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ക്ലിയർ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, അങ്ങനെ വേണമെങ്കിലും പറയാം. തിയറം എന്നോ പ്രിൻസിപ്പിൾ എന്നോ പറയുക. സോ ഇറ്റ് ഈസ് വർക്ക് എനർജി തിയറം ഓർ വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇപ്പോൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിങ് എ ബോഡി. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്
in displacing an object or a body. Measures the change in kinetic energy of the body. Measures the change in kinetic energy of the body. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിങ് എ ബോഡി മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി. ഓക്കെ, സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാര്യം ഓർക്കുക, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാലും മതി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാലും മതി എന്നാണ് ഈ തിയറം പറയുന്നത്. സോ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ബോഡിയുടെ മാസ് m. അപ്പോൾ അതിൻ്റെ ആദ്യ വെലോസിറ്റി u ആണെന്നിരിക്കട്ടെ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി, അതിൻ്റെ വെലോസിറ്റി v ആയിട്ട് മാറി സപ്പോസ്. അപ്പോൾ യുവിൽ നിന്ന് വെലോസിറ്റി എത്രയായിട്ട് മാറി? v ആയിട്ട് മാറി. മാസിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. എനിവേ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ഇതാണ്. W ഈസ് ഈക്വൽ ടു എന്തുവാണ്? F ഇൻറ്റു എസ്. ഇക്വേഷൻ നമ്പർ 1. ഈ സിറ്റുവേഷനിലുള്ള ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഇവിടെ ഈ പൊസിഷനിൽ ബോഡിയുടെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ഹാഫ് എം, അവിടെയുള്ള വെലോസിറ്റിയുടെ സ്ക്വയർ. അവിടെ വെലോസിറ്റി എത്ര തന്നെയാണ്? v തന്നെയാണ്. സോ v സ്ക്വയർ മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇനിഷ്യലി ഹാഫ് എം, അവിടെ വെലോസിറ്റി u ആണ്. സോ ഹാഫ് എം u സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം കോമൺ എടുക്കുക, v സ്ക്വയർ മൈനസ് u സ്ക്വയർ. ഓക്കെയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം v സ്ക്വയർ മൈനസ് u സ്ക്വയർ. ഇനി നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ v സ്ക്വയർ ഈസ് ഈക്വൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് u സ്ക്വയർ പ്ലസ് 2as എന്നാണ്. ഈ u സ്ക്വയർ അപ്പുറത്തേക്ക് വന്നാൽ v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും 2as. ഇവിടെ v സ്ക്വയർ മൈനസ് u സ്ക്വയർ അല്ലേ കിടക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു 2as. 2 കട്ട് ചെയ്തു. ബാക്കി എം a into s. ഓക്കെയാണ്. വാട്ട് ഈസ് ma? ma means force into displacement. What is force into displacement? It is work done. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് എവിടെ എത്തി? വർക്കിലെത്തി. അതാണ് വർക്ക് എനർജി തിയറം പറഞ്ഞത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മെഷർ ചെയ്താൽ അത് എന്ത് തന്നെയായിരിക്കും? വർക്ക് ഡൺ തന്നെയായിരിക്കും. സോ വർക്ക് എനർജി പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയും സ്റ്റെപ്പ് എഴുതുക. ഒരു ബോഡി കൺസിഡർ ചെയ്തു, അതിൻ്റെ മാസ് m ആയിരുന്നു, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായപ്പോൾ വെലോസിറ്റി എത്രയായിട്ട് മാറി? v ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ഇവിടെയുള്ളത് ഹാഫ് എം v സ്ക്വയർ മൈനസ് ഹാഫ് എം u സ്ക്വയർ. സോ v സ്ക്വയർ മൈനസ് u സ്ക്വയറിൽ ബാക്കിയുള്ള സാധനങ്ങൾ കോമൺ എടുത്തു. ഹാഫ് എം കോമൺ എടുത്തു. സോ ഹാഫ് എം ഇൻറ്റു v സ്ക്വയർ മൈനസ് u സ്ക്വയർ. ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് v സ്ക്വയർ മൈനസ് u സ്ക്വയർ എന്ന് വെച്ചാൽ 2as ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 2 കട്ട് ചെയ്തു. ബാക്കി m ഇൻറ്റു a ഇൻറ്റു s, mas. m ഇൻറ്റു a എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? വർക്ക് ഡൺ തന്നെയാണ്. സോ വർക്ക് എനർജി തിയറം അനുസരിച്ച് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വർക്ക് ഡൺ ആണെന്ന് പ്രൂവ് ചെയ്യും. ക്ലിയർ? സോ അടുത്തൊരു പ്രോബ്ലമാണ്. എ ഷോട്ട് മീൻസ് ബുള്ളറ്റ്. എ ഷോട്ട് ട്രാവലിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഷോട്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഈസ് ജസ്റ്റ് ഏബിൾ ടു പിയേഴ്സ് എ പ്ലാങ്ക് 4 സെൻറ്റിമീറ്റർ തിക്ക്. അതിന് 4 സെൻറ്റിമീറ്റർ തിക്കുള്ള ഒരു പ്ലാങ്ക്, തടി കഷ്ണത്തെ തുളച്ച് കയറാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഒരു ബുള്ളറ്റ്, അതിൻ്റെ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ്, അത് 4 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള തടി കഷ്ണത്തെ തുളച്ച് കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ വാട്ട് വെലോസിറ്റി ഈസ് റിക്വയർഡ് ടു ജസ്റ്റ് പിയേഴ്സ് എ പ്ലാങ്ക് 9 സെൻറ്റിമീറ്റർ തിക്ക്. 9 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള തടി കഷ്ണത്തെ തുളച്ച് കയറാൻ എത്ര വെലോസിറ്റിയിലുള്ള ഷോട്ട് ട്രാവൽ ചെയ്യണം?
എത്ര വെലോസിറ്റിയിൽ ഷോട്ട് ട്രാവൽ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തിക്നെസ്സുകൾ തന്നിട്ടുണ്ട്. സോ ഇത് ഇനിഷ്യൽ എന്നും രണ്ടാമത്തത് ഫൈനൽ എന്നും നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 1ഉം 2ഉം. സോ ഇത് 9, അത് 4. ഇനി ഷോട്ടിൻ്റെ വെലോസിറ്റികളും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വെലോസിറ്റിയാണ് 100. സോ ഒന്നാമത്തെ വെലോസിറ്റി നമ്മൾ എടുക്കുന്നു V1, ദാറ്റ് ഈസ് 100 m/s. അപ്പോൾ അതൊരു പ്ലാങ്ക് തടിക്കഷ്ണം, ഇതാണ് തടിക്കഷ്ണമെങ്കിൽ ഇങ്ങനെ വരുന്നൊരു ഷോട്ട്, അത് തുളച്ച് കയറി ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ തിക്നെസ്സാണ്, അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് അത് കയറി ഇപ്പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ അത് എസ് ആയിട്ട് എടുക്കണം. ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 4 cm. ഇപ്പോൾ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നു S1. ക്ലിയർ. സെക്കൻഡ് അവർ ചോദിച്ചിട്ടുണ്ട് 9 cm തിക്നെസ് ഉള്ള തടിക്കഷ്ണമാണെങ്കിൽ S2 9 cm ആണെങ്കിൽ അവിടെ V2 എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. സോ V2 കണ്ടുപിടിക്കണം. ക്ലിയറാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട കാര്യം വർക്ക് എനർജി തിയറമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വർക്ക് എനർജി തിയറം അനുസരിച്ച് ഇക്വേഷൻ എന്താണ്? W = ½ mv² ആണ് ഇക്വേഷൻ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയാണ്. വർക്ക് ഡണിന് പകരം വേണമെങ്കിൽ നമുക്ക് FS കൊടുക്കാം. സോ FS ഈസ് ഈക്വൽ ടു ½ mv². ക്ലിയർ ആണ്. എങ്കിൽ ഈ 2 കേസിനും 2 ഇക്വേഷനാക്കി മാറ്റുക. ഫസ്റ്റ് കേസ് മാത്രം ആദ്യം അപ്ലൈ ചെയ്യുക. സോ FS1 ഈസ് ഈക്വൽ ടു ½ mv². ഓക്കെ ആണ്. S1 ഈസ് ഈക്വൽ ടു ½ mv². F എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഓഫ് ദ പ്ലാങ്ക്. പ്ലാങ്ക് കൊടുക്കുന്ന തടികഷ്ണം കൊടുക്കുന്ന ഓപ്പോസിഷൻ റെസിസ്റ്റൻസ് F ആയിട്ട് എടുത്തേക്കുന്നു സപ്പോസ്. അതുകൊണ്ട് FS2 ഈസ് ഈക്വൽ ടു ½ mv². ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുക. ഓക്കെ. സോ ഇക്വേഷൻ 2/1 കണ്ടുപിടിക്കാൻ പോവുകയാണേ. 2/1 ഈസ് ഈക്വൽ ടു FS2/FS1 ഈസ് ഈക്വൽ ടു ½ mv²/½ mv². ഇവിടെ V2 കൊടുക്കാൻ മറന്നുപോയി, നേരത്തെ ശ്രദ്ധിച്ചോളാം, ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സോ F ക്യാൻസൽ ചെയ്തു, ½ m ക്യാൻസൽ ചെയ്തു, ബാക്കി S2/S1 ഈസ് ഈക്വൽ ടു V2²/V1². ഓക്കെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V2 ആണ്. സോ V2 മാത്രം എടുക്കുക, സ്ക്വയർ റൂട്ട് ഓപ്പൺ ചെയ്യുക. സോ V2², ഞാൻ ഒറ്റ സ്റ്റെപ്പ് എഴുതുന്നില്ല, സിംപ്ലിഫൈ എഴുതുകയാണ്. സോ V2² ഈസ് ഈക്വൽ ടു V1² അപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? S2 × V1² / S1. ഓക്കെയാണ്. S2 × V1² / S1. So V2 is equal to root of S2 × V1² / S1. Substitute here, S2 ൻ്റെ വാല്യൂ 9. So root of 9 × V1² 100². So 100 × 100 divided by S1 എത്ര? S1 4 cm. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 150 m/s. സോ 150 m/s കിട്ടും. സോ ഇതാണെന്ത്? 9 cm തിക്നെസ് ഉള്ള പ്ലാങ്കിന് തുളച്ചു കയറാൻ ആവശ്യമായ വെലോസിറ്റിയുടെ വാല്യൂ ആണ് V2 = 150 m/s.